ഇടപ്പള്ളി സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിന്റെ ഈസ്റ്റർ ആശംസകൾ ഞങ്ങൾ ആരംഭിക്കുന്നു. രക്ഷകൻ രക്ഷകൻ രക്ഷകൻ. സത്യവിശ്വാസികളെ, വിശുദ്ധ ബൈബിൾ ലോകത്തിന്റെ മുൻപിൽ തുറക്കപ്പെടുന്നു. ലോകം അതിന്റെ തങ്കത്താളുകളിൽ 3 തോട്ടങ്ങൾ ദർശിക്കുന്നു. ദൈവമകന്റെ സ്വർഗീയ ദൗത്യത്തിന് സാക്ഷ്യം വഹിച്ച 3 തോട്ടങ്ങൾ. നമുക്കും ആ തോട്ടങ്ങളിലൂടെ ദൈവമകന്റെ സ്വർഗീയ ദൗത്യം ദർശിക്കാം. മനുഷ്യന്റെ പാപം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ നിന്ന്. സ്വർഗത്തിൽ ഞാൻ മാലാഖമാരുടെ മാലാഖയായിരുന്നു. അവസാനം ദൈവം എന്നെക്കാൾ വലിയവനല്ലെന്ന് ഞാൻ ചിന്തിച്ചതിന് സ്വർഗീയ ദൂതന്മാർ എനിക്കെതിരെ തിരിഞ്ഞു. അവരെന്റെ ചിറക് വെട്ടി ഞാൻ ഭൂമിയിൽ പതിച്ചു. പക്ഷെ ഇന്ന് ഈ ഏദൻ തോട്ടത്തിൽ ദൈവത്തെക്കാൾ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. ഭൂമിയിലെ ആദ്യത്തെ പാപം. ആദം, ഹവ്വ, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ നഗ്നരാണ്. അങ്ങയുടെ മുമ്പിൽ വരാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയി. വിലക്കപ്പെട്ട കനി ഞങ്ങൾ ഭക്ഷിച്ചു. ഞാനിതാ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇനി എന്റെ സന്നിധിയിലേക്ക് വരുവിൻ. ആദം, മണ്ണിൽ നിന്നും ഞാൻ നിന്നെ രൂപപ്പെടുത്തി.
ജീവന്റെ ശ്വാസം ഞാൻ നിന്നിൽ നിക്ഷേപിച്ചു. നിന്നെ ഞാൻ ഏദൻ തോട്ടത്തിലാക്കി. ദൈവപിതാവേ, ഞാനതറിയുന്നു. ഹവ്വ, ഞാൻ ഇവന്റെ വാരിയിൽ കൊണ്ട് നിന്നെ രൂപപ്പെടുത്തി. നീ ഇവന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായി. ദൈവപിതാവേ, ഞാനും അതറിയുന്നു. എങ്കിൽ ഈ ഏദൻ തോട്ടത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാം നൽകിയിട്ടും നിങ്ങൾ എന്തിന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു? സർപ്പത്തിന്റെ പ്രലോഭനത്തിൽ ഞാൻ അകപ്പെട്ടു പോയി. ഹവ്വയുടെ പ്രലോഭനത്തിൽ ഞാനും അകപ്പെട്ടു പോയി. ഞാനും ഇവളോടൊപ്പം പാപം പങ്കിട്ടു. ലൂസിഫർ, സ്വർഗത്തിൽ വെച്ച് നീ എനിക്കെതിരെ പാപം ചെയ്തു. ഇപ്പോൾ ഭൂമിയിലും സാത്താൻ സർപ്പമായി മാറി എനിക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. നന്മയോ തിന്മയോ, ദൈവമോ സാത്താനോ, സ്വർഗമോ നരകമോ, ഏതാണ് വേണ്ടതെന്ന് മനുഷ്യൻ തന്നെ തീരുമാനിക്കട്ടെ. മഹാസർപ്പമേ, നീ ശപിക്കപ്പെട്ടവൻ. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, മനുഷ്യന്റെ കുതികാലിൽ കടിക്കും. ഇവരുടെ സന്തതി പരമ്പരകൾ നിന്റെ തല തകർക്കും. പോ, പോകാൻ. ആദം, നീ നെറ്റിയിലെ വിയർപ്പ് അപ്പമാക്കി ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഹവ്വ, നിന്നിൽ നിന്ന് മനുഷ്യവംശം ഉത്ഭവിക്കും. അവർ ഭൂമി മുഴുവൻ നിറയും. ഞാൻ നിങ്ങളെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു. കെരൂബുകളെ കാവൽ നിർത്തുന്നു. പോകുവിൻ. പാപത്തിന്റെ പരിഹാരക്രിയ ആരംഭിച്ചത് ഗത്സമൻ തോട്ടത്തിൽ. നിങ്ങൾ എന്നോടത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്, പര്യാകുലനാകുന്നത്? ഞങ്ങളും അങ്ങയോടൊപ്പം ഉണർന്നിരിക്കാം. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ.
ഉറങ്ങി വിശ്രമിക്കുന്നുവോ? എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സ് സജ്ജമെങ്കിലും ശരീരം ബലഹീനമാണ്. ഉണർന്നിരിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല. എന്റെ കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പുലരി അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞങ്ങളിവിടെ ഉണർന്നിരിക്കാം. യോഹന്നാൻ, ഇതാ ശത്രു എന്റെ അരികിലെത്തി. ഞാൻ തിന്മയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. സ്വസ്തി. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഞങ്ങൾ നീതിമാനെ തേടിയില്ല, ഒരു കുറ്റവാളിയെ തേടിയാണ് വന്നത്. കവർച്ചക്കാരോടെന്ന പോലെ നിങ്ങൾ എന്തിനാണ് എന്നോട് പെരുമാറുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ദൈവപുത്രനാണോ? അന്ധത ബാധിച്ച കണ്ണുകൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളോ എന്നെ തിരിച്ചറിഞ്ഞതുമില്ല. അന്നൊക്കെ ജനക്കൂട്ടവും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതല്ലേ ഞങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നത്. ഇതാണ് ആ അവസരം. ഞാനതറിയുന്നു. ഞാൻ ലോകത്തെ ജയിക്കാൻ നിങ്ങൾ എന്നെ ജയിക്കുക തന്നെ വേണം.
എങ്ങും ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. റോമൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവാണെന്ന് പറയുന്നു. ആയതിനാൽ അങ്ങ് തന്നെ ഇവന് കുറ്റം വിധിക്കുക. ഗവർണർ, റോമൻ ഭരണകൂടത്തെ പരസ്യമായി വെല്ലുവിളിച്ചവൻ ഇവൻ. ഇരുതല മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഞങ്ങളെ തലങ്ങും വിലങ്ങും വെട്ടിയവൻ. ഇവന് കുരിശുമരണമല്ലാതെ മറ്റെന്ത് ശിക്ഷയാണ് അങ്ങേക്ക് നൽകാൻ കഴിയുന്നത്? ഹേയ് യുവാവേ, ആദ്യം നീ അന്നാസിന്റെ മുന്നിൽ, പിന്നെ നീ പ്രധാന പുരോഹിതന് കയ്യഫാസിന്റെ മുന്നിൽ ന്യായാധിപ സംഘവും നിന്നെ വിസ്തരിച്ചു. അതിനുശേഷം നിന്നെ നമ്മുടെ അരമനയിലേക്ക് കൊണ്ടുവന്നു. നീ ഒരു ഗലീലിയക്കാരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ നിന്നെ ഹേറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഹേറോദേസ് വീണ്ടും നിന്നെ നമ്മുടെ അരമനയിലേക്ക് അയച്ചു. ഇതിനകം 5 സംഘങ്ങൾ നിന്നെ മാറി മാറി വിസ്തരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇനിയെങ്കിലും നീ നമ്മോട് പറയുക, നീ യഹൂദരുടെ രാജാവാണ്? നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാനാണെന്ന്. ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? ഇവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ജെറൂസലേം ദേവാലയത്തിലെ തിരുനാളിന് ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു കുറ്റവാളിയെ വിട്ടയക്കുന്ന ഒരു പതിവുണ്ടല്ലോ. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കൊടും കുറ്റവാളിയാണ് ബറാബാസ്. ആ ബറാബാസിനെ നാം വിട്ടയക്കണമോ, അതോ ഈ നീതിമാനെ വിട്ടയക്കണമോ? പ്രധാന പുരോഹിതന്മാരെ, ലേവ്യരെ, പരീശന്മാരെ, ബറാബാസിനെ വിട്ടയക്കാനും യേശുവിനെ ക്രൂശിക്കാനും നാം കൽപ്പിക്കും. മിശിഹ, ഇത്രയും നാളും നിന്നെ അനുഗമിച്ചവരെവിടെ? നിന്റെ പ്രബോധനങ്ങൾ കേട്ടവരെവിടെ? നീ സൗഖ്യം കൊടുത്തവരെവിടെ? ഇനി നിനക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഒരേ ഒരാള് മാത്രം, മരണദൂതനെ. മരണത്തെക്കാൾ മാരകമായ മർദ്ദനങ്ങൾ ഞങ്ങൾ നിനക്ക് തരും. പ്രാർത്ഥിക്കുന്നേ, കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് മരിക്കാതിരിക്കാൻ. ലാസർ, ജായിറോസിന്റെ മകൾ, കഫർനാമിലെ പിശാചുബാധിതൻ, ഗനേസരത്തിലെ അത്ഭുതങ്ങൾ, ബർത്തിമയോസ്, മഹോദര രോഗി, കുഷ്ഠരോഗികൾ, തളർവാദ രോഗികൾ, അന്ധർ, മൂകർ, ബധിരർ. അവൻ അനേകർക്ക് സൗഖ്യം നൽകി, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു.
മരണാനന്തര ജീവിതത്തിന്റെ മഹത്വം പ്രഘോഷിച്ചു. സത്യത്തിന്റെ സാക്ഷ്യമായി ഇത്രയും നാൾ നമുക്കിടയിൽ ജീവിച്ചു. അവൻ പിടിക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ട് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. പക്ഷെ അവൻ നമ്മിൽ ഒരാളെ പോലും കാട്ടിക്കൊടുത്തില്ല. ഒരാൾ പോലും അവനോടൊപ്പം വിധിക്കപ്പെടാൻ അവൻ അനുവദിച്ചില്ല. അതാ അതാ മനുഷ്യപുത്രൻ തിന്മയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ അവനെ ഗോൽഗോഥായിലേക്ക് ആട്ടിത്തടിക്കുന്നു. പാപപരിഹാരക്രിയയുടെ പൂർത്തീകരണം അരിമത്തിയക്കാരൻ ജോസഫിന്റെ തോട്ടത്തിൽ. ദേശം അശുദ്ധമാകാതിരിക്കാൻ നഗര കവാടത്തിന് പുറത്തു വെച്ചാണ് ക്രൂശിക്കുന്നത്. ഓരോ കുറ്റവാളിയും അവരെ ക്രൂശിക്കാനുള്ള കുരിശിൻ ചുമന്ന ഗോൽഗോഥാ കയറണം. അവനെ ക്രൂശിക്കാനുള്ള കുരിശിൻ ചുമന്ന് ഗോൽഗോഥാ വരെ പീഡാസഹനങ്ങളേറ്റ് മരിച്ചവരെ കുരിശിൽ തറയ്ക്കാൻ യഹൂദരുടെ നിയമം അനുവദിക്കുന്നില്ല. അതാ കൊല്ലുന്നതിന് മുൻപ് മരിക്കാതിരിക്കാൻ ശിമയോൻ അവന്റെ തോൾഭാരം പങ്കിട്ടത്. 3-ാം മണിക്കൂറിൽ എന്റെ മോൻ മരിച്ചു. 6-ാം മണിക്കൂർ കഴിഞ്ഞാൽ സാപത്താണ്. സാപത്ത് തുടങ്ങിയാൽ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ സംസ്കരിച്ചില്ലെങ്കിൽ ഞായറാഴ്ച വരെ ഇവന്റെ ശരീരം കുരിശിൽ കിടക്കുമായിരുന്നു. അഴുകി തുടങ്ങുമായിരുന്നു. കഴുകന്മാർ കൊത്തി പറിക്കുമായിരുന്നു. ഇവനെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം തെറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ സാപത്തിന് മുൻപ് പിതാവായ ദൈവം ഇടപെട്ടു, അരിമത്തിയക്കാരൻ ജോസഫിലൂടെ. സാപത്തിന് മുമ്പ് മരണം ഉറപ്പുവരുത്താൻ കുറ്റവാളികളുടെ കാൽമുട്ടുകൾ തകർക്കും. പക്ഷേ അവർ യേശുവിന്റെ കാൽമുട്ടുകൾ തകർത്തില്ല. ദൈവം അതിനെ അനുവദിച്ചില്ല. രാജാവിനെ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായി മാത്രം ഒരുക്കിയ കല്ലറയിൽ സംസ്കരിച്ചതുപോലെ, ഉസായിയുടെ തോട്ടത്തിൽ മനാസയെ സംസ്കരിച്ചതുപോലെ, അരിമത്തിയക്കാരൻ ജോസഫിന്റെ തോട്ടത്തിൽ ഏശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ
രാജാക്കന്മാരുടെ രാജാവിനെ രാജകീയമായി തന്നെ സംസ്കരിക്കുന്നു.